ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. ഇത് നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ഇതിന് പിന്നാലെ രാഹുൽ നിയമസഭയിൽ എത്തിയത് SDPI-ക്കാരുടെ അകമ്പടിയിലാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപക പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രചരണം സത്യമാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. രാഹുൽ നിയമസഭയിൽ എത്തിയത് SDPI-ക്കാരുടെ കെയറിനെ SDPI കോൺഗ്രസിൽ പിടിമുറുക്കുന്നു എന്നൊക്കെയാണ് പ്രചരിക്കുന്ന പോസ്റ്ററിലുള്ളത്. രാഹുലിന്റെയും സംഘത്തിന്റെയും ചിത്രങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. എന്നാൽ ഈ വൈറൽ ചിത്രം പരിശോധിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയപ്പോഴുള്ള ചിത്രമാണ് സ്ക്രീൻഷോട്ടിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്താ റിപ്പോർട്ടുകളും ഇതേ ദൃശ്യമുള്ള പല വീഡിയോകളും പുറത്തു വന്നിരുന്നു. ഇനി ഇതിന്റെ സത്യം എന്താണെന്ന് നോക്കിയാൽ, വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള മഞ്ഞ ഷർട്ട് ധരിച്ച ആള്, അതായത് രാഹുൽ മാങ്കൂട്ടം തോളിൽ കൈയിട്ട് നിൽക്കുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ നേമം ഷജീർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിറകിലായി നിൽക്കുന്ന വെള്ള ഷർട്ട് ധരിച്ച വ്യക്തി രാഹുലിന്റെ PS ഫസൽ അബ്ബാസ് ആണ്. തൊട്ടടുത്തായി KSU നേതാവ് ഫെനി നൈനാനും ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റിനോ P രാജൻ എന്നിവരുമാണ് ചിത്രത്തിലുള്ളത്. ഇവരിൽ മുസ്ലിം പേരുള്ള 2 പേരാണ് ഉള്ളത്. അവരെ SDPI ഒക്കെ ആക്കിയാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത്. ഇത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിവരങ്ങളിൽ നിന്ന് തന്നെ രാഹുൽ നിയമസഭയിൽ എത്തിയത് SDPI-ക്കാരുടെ അകമ്പടിയിലല്ല എന്ന പ്രചരണം വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും.